ഹായ് ഗായ്സ്. അപ്പം ഞാനിന്നൊരു എന്താ കാച്ചിയ എണ്ണയായിട്ട് നമ്മുടെ ഹെയർ ഫോള് അതുപോലെ തന്നെ സ്പ്ലിറ്റേൺസ് ഹെയറൊക്കെ സ്പ്ലിറ്റ് ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ ഡാൻഡ്രഫ് എല്ലാവരുടെ തലയിലും ഇപ്പം മെയിനായിട്ടും കാണുന്ന ഡാൻഡ്രഫ്. അപ്പം ഇതിൽ ധാരാളമായിട്ടുണ്ട്. അപ്പം അതിനെല്ലാം കൂടി പറ്റിയൊരു ഹോം റെമഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും ഒന്ന് നോക്കട്ടാ. അപ്പോൾ ഇതൊക്കെയാട്ടോ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അധികം ഒന്നുമില്ല, നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന പച്ചമരുന്ന് പറയാൻ പറ്റില്ല, നാട്ടിൽ തന്നെ കിട്ടുന്ന കുറച്ച് സാധനങ്ങൾ, അതായത് ആയുർവേദ ഗുണമുള്ള കുറച്ച് സാധനങ്ങൾ. അവയൊക്കെയാണ് നമ്മൾ ഈ കാച്ചെണ്ണയ്ക്കകത്ത് ഉപയോഗിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ അലോവേരയും അതുപോലെ തന്നെ ഈ സവോളയുടെ പേസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. സവോള എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും അറിയാം, സവോള അല്ലെങ്കിൽ ഉള്ളി നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒക്കെ ഒരുപാട് റിസൾട്ട് വന്നുള്ള സാധനമാണ്. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചെത്തിന്നും തെച്ചി എന്നൊക്കെ പറയും. അപ്പം നമുക്ക് കിട്ടിയത് മഞ്ഞച്ചെത്തിയായിരുന്നു. അപ്പോൾ അതും നമ്മളെടുത്തു. അതുപോലെ തന്നെ കറിവേപ്പില ഒരു അല്പം വാടിയതായിരുന്നു, എങ്കിലും വലിയ കുഴപ്പമില്ലായിരുന്നു, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ കറിവേപ്പില, അതുപോലെ തന്നെ നമ്മുടെ തുളസി, അതൊക്കെ ഒരുപാട് ഔഷധ ഗുണമുള്ളതാണെന്ന് അറിയാമല്ലോ. അപ്പം അതൊക്കെയാണ് നമ്മുടെ കൊച്ചു കൊച്ചു ഇൻഗ്രീഡിയൻസ്. പിന്നെ ഒരു ഇലയുണ്ട്, കൃഷ്ണ തുളസി എന്നാണ് തോന്നുന്നു എൻ്റെ പേര്. കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്കറിയായിരുന്നു, ഞാൻ മറന്നുപോയി, സംഭവത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെന്തോ ആയിരുന്നു, ഓർമ്മയിൽ അങ്ങനെന്തോ ആയിരുന്നു. നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ നാട്ടു ചെമ്പരത്തി, അതെനിക്ക് കുറച്ച് കിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിൻ്റെ ഇല, നമ്മൾ താളിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ലേ, അപ്പം അതിൻ്റെയൊക്കെ ഇല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സാധനങ്ങൾ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് കരിഞ്ജീരകം ഉപയോഗിക്കാം, അതുപോലെ തന്നെ എള്ളും ഉപയോഗിക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തേക്കുന്ന എള്ളായിരുന്നു, കരിഞ്ജീരകം എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അതിന് പകരമായിട്ട് എള്ള് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് എടുത്ത് വെച്ചിരുന്ന സാധനങ്ങളൊക്കെ നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെത്തിയും അതുപോലെ തന്നെ കൃഷ്ണതുളസിയും തുളസിയും കറിവേപ്പിലയും ഒക്കെ നമുക്ക് ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഈ പേസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ടൊന്നുമില്ല, എങ്കിലും നമുക്ക് അത്യാവശ്യം അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന എളുപ്പത്തിന് വേണ്ടി ഞാൻ പേസ്റ്റ് ആക്കിയതാണ് കേട്ടോ. പേസ്റ്റ് ആക്കണമെന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സവോള അധികമായിട്ട് അരച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം നമുക്ക് അലോവേരയും കൂടി ചേർത്ത് ഒന്നുകൂടി പേസ്റ്റ് ആക്കണമായിരുന്നു. അതുകൊണ്ട് നമ്മൾ ആദ്യമേ തന്നെ ജസ്റ്റ് ഒരു അടിയേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഒരു ചട്ടി എടുത്ത് സ്റ്റൗ കത്തിച്ച സംഭവങ്ങളൊക്കെ വെച്ചു. നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ, ഒരുപാട് എണ്ണ നമ്മൾ ഉപയോഗിക്കേണ്ട, കാരണം കുറച്ച് വെച്ച് കഴിയുമ്പോൾ അത് കനച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള, ഇപ്പം 1-2 ആഴ്ചത്തേക്ക്, അല്ലെങ്കിൽ കൂടിപ്പോയാലൊരു 3 ആഴ്ച അത്രയൊക്കെ മതി. ആദ്യമേ തന്നെ നമുക്ക് എള്ള അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ നമുക്ക് അതൊന്ന് 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും, ഒരുപാട് കരിയാൻ പാടില്ല, അതിന് മുമ്പ് തന്നെ നമ്മുടെ അരച്ച് വെച്ച പേസ്റ്റും അതുപോലെ തന്നെ സവോള അലോവേര പേസ്റ്റും കൂടി നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ തീ ലോ ഫ്ലെയിമിലിടണം. അഥവാ നമ്മൾ തീ കൂട്ടിയിട്ടാൽ ഇത് അടുക്കി പിടിക്കാനോ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനോ ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും, ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും വൃത്തിയായിട്ട് ചെയ്യണമെന്ന്, അതായത് നമുക്കൊരു ശുദ്ധി വേണമെന്ന്. അപ്പോൾ നമ്മൾ കുളിച്ചിട്ട് വൃത്തിയായി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒന്നും കൂടി അതിൻ്റേതായിട്ടുള്ള രീതിയിൽ റിസൾട്ട് കിട്ടും എന്നാണ് പഴയ ആൾക്കാർ പറയുന്നത്. അപ്പം എൻ്റെ വിശ്വാസം അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഞാനും കൂടുതൽ അങ്ങനെയൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഓരോരുത്തരുടെയും ഓരോ അഭിപ്രായങ്ങളൊക്കെ പറയാമല്ലോ. ഇപ്പോൾ സമയമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ അതൊന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ എൻ്റെ കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാകണം. അതുപോലെ തന്നെ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ, നല്ലൊരു സ്മെല്ലാണ്. ആ കാച്ചി ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി മീൻസ് ആ ഒരു കാച്ചി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ സംഭവം മനസ്സിലായല്ലോ. അപ്പം ഒരു നല്ല സ്മെല്ലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ യൂസ് ചെയ്ത ഈ സെയിം ഓയിലാണ് ഞാൻ നേരത്തെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും ഇത് തന്നെ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്കും കൂടി ഇത് ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായത്. അപ്പം നമുക്ക് ഈ ഒരു ഗ്ലാസ് ബോട്ടിലോട്ട് മാറ്റി വെക്കാം. അപ്പം നമ്മൾ ഈ ബോട്ടിലൊന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി തുടച്ച് എടുക്കണം കേട്ടോ. അപ്പം അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഓയിൽ ഇതിലോട്ട് പകർത്തി വെക്കാം. ഈ ഓയിൽ ഉപയോഗിക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മളിത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് വേണം സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്, എങ്കിലും നമുക്ക് വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഒരു 2-3 വീക്സ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. പിന്നെ ഈ ഓയിൽ ഡെയിലി യൂസ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. 1.5 വിട്ട് യൂസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത്. മൈൽഡായിട്ടുള്ള ഷാമ്പൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അതിട്ട് വാഷ് ചെയ്യാം, അല്ലെങ്കിൽ പയറുപൊടിയൊക്കെ ആണെങ്കിൽ മതി. അപ്പം ഈ ഓയിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. പിന്നെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.